വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഈ മാസം 25-നകം പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി വലിയ തോതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നായിരുന്നു 2 ആഴ്ച മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ പോലീസിന് കോടതി നൽകിയിരുന്ന പ്രധാന നിർദ്ദേശം. എന്നാൽ പോലീസ് അറിയിച്ചത് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞ കോടതി പിന്നീട് അടുത്ത തിങ്കളാഴ്ച വരെ സാവകാശം അനുവദിക്കുകയും ചെയ്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയുടെ വിശദാംശങ്ങളും തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ മെല്ലെപ്പോക്ക് തുടരുന്ന അന്വേഷണത്തിൽ കോടതി കൂടി മേൽനോട്ടം വഹിക്കണമെന്ന പരാതിക്കാരനായ MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ ഹർജിയിൽ ഈ മാസം 29-ന് വാദം തുടരുകയും ചെയ്യും. കേസെടുത്ത് 8 മാസമായിട്ടും അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടിയും അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ടുമാണ് പരാതിക്കാരനായ MSF നേതാവ് മുഹമ്മദ് കാസിം വടകര മജിസ്ട്രേറ്റ് കോടതിയെ പ്രധാനമായും സമീപിച്ചിരുന്നത്. എന്നാൽ പോലീസിന്റെ വാദവും കൂടെ കേട്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നായിരുന്നു കോടതി പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ച മുൻപ് തന്നെ ഈ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് ഇന്ന് കോടതിയിൽ പറഞ്ഞിരുന്നത്. റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയവും പോലീസ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചിട്ടില്ല.